നില മെട്രോ, മേലെ നില കേരയിൽ, വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ദിങ്ങട് നോക്കേൻ. ഇതാണ് നമ്മുടെ ചാലക്കുടി പാലം എത്തനേക്കാളും മുൻപ് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മുന്നിലുള്ള അണ്ടർ പാസേജ്. അവിടെ മനോഹരമായിട്ട് എല്ലാ വർഷക്കാലത്തും നടക്കുന്നൊരു അനുഷ്ഠാന കലയാണിത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ വോയിസിൽ പറഞ്ഞ പോലെ എല്ലാം കൂടി ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. മേലെ ഹൈവേ, താഴെ വാട്ടർ മെട്രോ, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും കൂടി. ഇവിടെയൊക്കെ ഈ സമയങ്ങളിൽ യാത്രക്കാരനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ. മേലൂർ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ വരുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ ഈ NHAയുടെ ഏറ്റവും വലിയ വൈദഗ്ധ്യം വിളിച്ചോതുന്നൊരു നിർമ്മിതിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമാണ് ഇവിടുത്തെ നിർമ്മിതി. എല്ലാ വർഷക്കാലത്തും ഈ ഇങ്ങനൊരു അവസരം ഒരുക്കി തരുമ്പോൾ അവരുടെ ആ വൈദഗ്ധ്യം നമ്മൾ വിളിച്ചോതല്ല. ഞാൻ പറയുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തും ചാലക്കുടി നഗരസഭയും ചേർന്ന് NHA അധികാരികൾക്ക് ഒരു വലിയ സ്വീകരണം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ്. ഇതൊക്കെ പണിയുന്ന സമയത്ത് തലകുമ്പിട്ടിരുന്നാൽ പോരാ. ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ടുള്ള നേതാക്കൾ തലകുനിച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും എല്ലാ വർഷക്കാലത്തും ഈ ഡിവൈൻ അടിപ്പാത വലിയ ദുരിത കാഴ്ചകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നോക്കിയാൽ ജൂൺ 1-ാം തീയതി കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപ്പുറത്തേക്ക് കാടുറ്റി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ എവിടെയൊക്കെ നേർച്ചയിടണം എന്നുള്ളത്, ഏത് പുണ്യാളന്മാരൊക്കെ ഉരുകി വിളിക്കണമെന്നുള്ളത് മന്ത്രി തന്നെ പറഞ്ഞു തരണം. അത്രയ്ക്ക് ബോറാണ് കേട്ടോ. ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് ശ്രദ്ധ ഇവിടേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങളോടിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളൊരു മന്ത്രി ആയതുകൊണ്ടാണ് ഈ ബോധ്യപ്പെടുത്തൽ. സംഭവം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചപ്പാടുകളും കാഴ്ചകളും. ആരെങ്കിലുമൊക്കെ ഇവിടെ തട്ടി വീഴേ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇൻഷുറൻസ് ഉള്ളവർക്ക് വീട്ടിൽ അങ്ങനെയെങ്കിലും കുറച്ച് കാശ് കിട്ടും. എന്തായാലും എല്ലാ ജനവിഭാഗങ്ങളെയും ഈ വൈദഗ്ധ്യം വിളിച്ചോതുന്ന എൻജിനീയറിംഗ് ടെക്നോളജി നിലകൊള്ളുന്ന NHAയുടെ ഈ മുരിങ്ങൂർ ഡിവൈൻ ഭാഗത്തുള്ള ഈ അണ്ടർ പാസേജിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദിങ്ങട് നോക്കൂ.